എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് ഗൈസ്. പച്ചരിയും അതുപോലെ തന്നെ മൈദയും കൂടി ചേർത്തിട്ട് നമ്മളൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണ്. ഈ മൈദയും പച്ചരിക്ക് പകരം മൈദയും റവയും ചേർത്തുണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. അപ്പൊ നമുക്ക് ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിന് നമ്മൾ 2 ടൈപ്പ് പൊടികൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏത് പൊടിയാണോ ഇഷ്ടം അത് വെച്ച് ഉണ്ടാക്കാം. ഇപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇത് മൈദയും അതുപോലെ തന്നെ അരി പൊടിക്കാൻ പോവാണ്. ഒരു 1.5 കപ്പ് അരിയും എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസോളം മൈദയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 പാളയംകോടൻ പഴമാണ്, 4 എടുത്തിട്ടുണ്ട്, ഏലക്ക, ജീരകം. പിന്നെ ഇത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര, ഇതിന് പാനിയാക്കി ചേർക്കണം. ഇത് ഈ മൈദയ്ക്ക് പകരം നമുക്ക് റവയോ അല്ലെങ്കിൽ റവയും മൈദയും കൂടിയാണേലും ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ്. അപ്പൊ നമുക്ക് ഇതിപ്പോ അരിപ്പൊടിയും മൈദയും ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നമ്മളിത് പൊടിച്ചെടുക്കാൻ പോവാണ്. ചെറിയ രീതിയിൽ തരി വേണം, നമ്മൾ പുട്ടിന്റെ ഒക്കെ പൊടി പോലെ ഇതിന് തരി വേണം, അതുകൊണ്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നമ്മളല്ലാതെ പൊടിപ്പിക്കുന്ന പൊടി നന്നായിട്ട് ഫൈൻ പൊടിയായി പോകും. ഇത് നമ്മൾ അതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഈ മാവ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പഴവും ശർക്കരയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കണം. നമുക്ക് ഇതിലേക്ക് ഒരു തരി ഉപ്പ് ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേശ ഉപ്പ് ചേർക്കുവാണ്. ഇതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ളും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും കൂടി നെയ്യിൽ വറുത്ത് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചേർത്താൽ മതി. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. ഇത് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഉണ്ണിയപ്പത്തിന്റെ മാവ് ദേ നമ്മൾ കുറേ നേരമായി നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പ കാരയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് പകുതിയോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറേശ്ശെ നമുക്ക് ഈ ഉണ്ണിയപ്പ കാരയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുക്കാം. പപ്പടം കുത്തിയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് അങ്ങ് മറിച്ചാൽ മതി. ഇപ്പൊ ഞാൻ സ്പൂൺ വെച്ചാണ് മറിക്കുന്നത്. ഇതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് നിറച്ച് എണ്ണ ഒഴിച്ച് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഉള്ളൊന്ന് നല്ലവണ്ണം വേകാൻ വേണ്ടിയിട്ട് നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഇതിനെ മാറ്റുവാണ്. ഇത് കോരി നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഇടുവാണ്. ഇതെല്ലാം കൂടി എണ്ണ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇടാം. ഇതേ നമ്മൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം എല്ലാം നമ്മൾ ഇതേ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം ഒരുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല കൂമ്പിയ ഉണ്ണിയപ്പം.